എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ മടിച്ചിരിക്കുന്നുണ്ടോ? ഇന്ന് സൺഡേ രാവിലെ ഇപ്പോൾ 7:24. ഇന്നിപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ 8:30 ഒരു കുഞ്ഞിനൊരു ക്ലാസ് ഉണ്ട്, അതിന് പോകണം. ബാക്കി ഇന്ന് എന്താ പറയുക, രാവിലെ എല്ലാവരും ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് എനിക്കിന്ന് വെളുപ്പിനെ അങ്ങ് തലവേദനയായിരുന്നേ. 4 മണിയായപ്പോൾ എഴുന്നേറ്റ് ഗുളികയൊക്കെ കഴിച്ചിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം ഇന്നത്തെ ഒരു സൺഡേ അങ്ങ് പോയി, അങ്ങനെ തലവേദന ഉണ്ട്. അപ്പോൾ അങ്ങനെ തലവേദന എടുക്കുന്നു. എൻ്റെ മൂലയ്ക്ക് കാണുന്നൊരു കാര്യം കണ്ടോ നിങ്ങൾ? കണ്ടിത് ഈ സ്റ്റിക്ക് കണ്ടോ? ഈ സ്റ്റിക്ക് കണ്ടോ? ഇത് എൻ്റെ റൂമിൽ എൻ്റെ കൂടെയുള്ള സ്റ്റിക്കാണ്. ഇത് കണ്ടോ? ഈ സ്റ്റിക്ക് കണ്ടോ? ഇതെൻ്റെ പപ്പയുടെ സ്റ്റിക്കായിരുന്നു. ഇതില്ലാണ്ട് എൻ്റെ പപ്പ ഒരു നിമിഷം പോലും ഇത് പപ്പയുടെ കയ്യിൽ നിന്ന് ഞാനിത് മാറ്റി വെക്കുകയാണെങ്കിൽ പപ്പയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ സ്റ്റിക്ക് എന്താ പറയുക, പിന്നെ പപ്പയ്ക്ക് എന്തോ ഒരു ജീവിതത്തിൻ്റെ പാർട്ടായിരുന്നു. ഇതെങ്ങാണ്ട് നമ്മളൊന്നൊരു ഒരു മിനിറ്റിലേക്ക് ഒരു നിമിഷം നമ്മളിതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ പപ്പ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു പപ്പ. അപ്പോൾ അതുകൊണ്ട് പപ്പ മരിച്ചതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ സ്റ്റിക്ക് എൻ്റെ റൂമിലാണ്. കാരണം എനിക്ക് കാണണം എന്നും ഈ സ്റ്റിക്ക്. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്നും ഞാൻ ഈ സ്റ്റിക്കിനെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. കണ്ടോ ഈ സ്റ്റിക്ക് ഇരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് എന്നും ഞാൻ എൻ്റെ ഒരു റൂമിൻ്റെ മൂലയ്ക്കായിട്ട് ഇപ്പോൾ ഇച്ചിരി ഇതിനകത്തൊരു പൊടിയായി. സാധാരണ ഇച്ചിരി അങ്ങനെ ആവത്തില്ല, കാരണം നമ്മൾ എൻ്റെ ഇപ്പോൾ ഈ ജോലി തിരക്ക് കൊണ്ടാണ് ഇച്ചിരി പൊടി പിടിച്ചു. അപ്പോൾ പക്ഷേ എന്നാലും ഓക്കെ, എനിക്കിത് ഈ സ്റ്റിക്ക് ഞാൻ എൻ്റെ അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ റൂമിൻ്റെ ഒരു കോണിൽ എൻ്റെ ഈ പപ്പയുടെ ഈ സ്റ്റിക്ക് ഉണ്ടാവും. പപ്പയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ടോ സ്റ്റിക്ക്. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും ഇത് എപ്പോഴായാലും ഈ റൂമിൽ നിന്ന് ഒരു നിമിഷം പോലും ഈ സ്റ്റിക്ക് മാറ്റി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അഥവാ ഒന്ന് ജസ്റ്റ് പപ്പയുടെ കയ്യിൽ നിന്ന് നമ്മളിതൊന്ന് മാറ്റി വെച്ച് ചോദിച്ചാൽ പപ്പ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുമായിരുന്നു. എൻ്റെ സ്റ്റിക്ക് നിങ്ങളെടുത്ത് മാറ്റി വെച്ചോ, എന്താ പറയുക, എൻ്റെ സ്റ്റിക്കിങ് ഉണ്ടെന്ന് പപ്പ ദേഷ്യപ്പെടുകയും ചീത്ത വിളിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. കാരണം പാരാലിസായ പപ്പായ്ക്കെന്ന് പറഞ്ഞാൽ സ്റ്റിക്കില്ലാണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് തൊട്ട് 2018 പപ്പ മരിക്കുന്നു. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ റൂമിൻ്റെ ഒരു കോണിൽ ഈ സ്റ്റിക്കുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഈ സ്റ്റിക്ക്. ആർക്കും കൊടുക്കത്തില്ല, ആരെയും കൊണ്ടും തൊടാൻ സമ്മതിക്കാറില്ല ഞാൻ ഈ സ്റ്റിക്ക്. പതിവ് പോലെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറി. രാവിലെ ആകുമ്പം കിച്ചണിൻ്റെ ഇങ്ങനെ കിടക്കുക ഉണ്ടോ, പാത്രങ്ങൾ അടുക്കി വെച്ച്. ഇപ്പോൾ ഇത് ചായക്കുള്ള പാത്രം ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. കണ്ടോ സ്ലാവൊക്കെ കിടക്കുന്നുണ്ടോ? എല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കണം. ഇനി ഈ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കും ഞാൻ. എല്ലാം സ്ലാവൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേ കിടക്കത്തുള്ളൂ. എപ്പോഴും നമ്മളെ കിച്ചണായിട്ടാകുമ്പോൾ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് വേണം. എന്ന് വെച്ചാൽ അതാണ് അതൊരു ഐശ്വര്യം എന്ന് പറയണത്. ഒരു വീടിൻ്റെ ഏറ്റവും അധികം ഐശ്വര്യം കിച്ചണിലാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഒരു എച്ചിൽ പാത്രം പോലും ഇടാണ്ട് എല്ലാം ഭംഗിയായിട്ട്. ഇതിപ്പോൾ നമ്മളിവിടെ തുടയ്ക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരം സാധനങ്ങൾ പെട്ടെന്ന് സ്ലാവിലെ വെള്ളം പിടിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് തുടയ്ക്കും, പിന്നെ എന്നിട്ട് ഇത് കൂടെ ലാസ്റ്റിൽ അത് വെച്ചിട്ട് തുണി വെച്ചിട്ട് ഒന്ന് തുടയ്ക്കും ഞാൻ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ പാത്രമാണ്, ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ബാക്കി കണ്ടോ കിച്ചൺ കണ്ടോ, സ്ലാവൊക്കെ എത്ര നല്ല നീറ്റ് ആൻഡ് ക്ലീനായി. ഇത് നമ്മൾ പിന്നെ കൈക്കിൽ പിടിക്കുന്ന തുണിയുണ്ടല്ലോ, അതാണത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കിച്ചൺ. പിന്നെ ഇത് മൊസൈക്കാണ്, പണ്ടത്തെ മൊസൈക്കാണ്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴുകും. ഞാൻ ഉപ്പിട്ട് കഴുകിയാൽ കുറച്ച് ക്ലീനാവും. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ പരലുപ്പിട്ടിട്ട് ഒക്കെ വൃത്തിയാക്കി കഴുകാറുണ്ട്. അപ്പോൾ ഒന്ന് വെളുക്കും. ഇപ്പോൾ ഈ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആയപ്പോൾ പോയ സമയത്ത് ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അതാണ് കുറച്ച് നിറം വന്നേക്കുന്നത് ഇതിന്. അപ്പോൾ അങ്ങനെ എല്ലായിടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിടും. എനിക്ക് ആ സമയത്ത് ഞാൻ ബാത്റൂം ഉൾപ്പെടെ എല്ലാം വൃത്തിയാക്കും. എനിക്ക് എന്താ പറയുക, എല്ലാം വൃത്തിയായിട്ട് ബാത്റൂമൊക്കെ അത് നല്ല ഭംഗിയാക്കി ഞാൻ കഴുകി. അത് സൈഡ് വോളൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഞാൻ തന്നെ തേച്ച് കഴുകി വൃത്തിയാക്കിയിടും. നമ്മൾ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിടും. അപ്പോൾ ശരി, ഞാനിന്ന് രാവിലത്തെ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഞാൻ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് വറുത്തു. എന്നിട്ട് അതിനകത്ത് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടി ഇട്ടു. ചില സമയങ്ങളിൽ ഞാൻ ഇടാറില്ല, ഞാൻ ഇന്ന് ഇട്ടു. ചില സമയം കാരണം ചില കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ഇടുന്ന ഇഷ്ടമല്ല, ചിലർക്ക് സിമ്പിൾ ഉപ്പുമാവാണ് ഇഷ്ടം, ചിലല്ല. പിന്നെ ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കാരണം കടലപ്പരിപ്പൊക്കെ ഇരുന്നാൽ അല്ലെങ്കിൽ ചീത്തയായിപ്പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക,
വെള്ളം ഒഴിച്ചു. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം കണക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് റവ, 2 കിലോ റവ അങ്ങനെ ഇവിടെ പോത്തില്ല, ഉപ്പുമാവൊന്നും വലുതായിട്ട് പോത്തില്ല, അതുകൊണ്ട് 2 കിലോ ഉപ്പുമാവേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും കൂടെ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കും. കാരണം നെയ്യും കൂടെ ഒഴിക്കുമ്പോഴേ ഇവർക്ക് കഴിക്കാനൊരു സോഫ്റ്റ് തോന്നിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിക്കുകയാണ്. ആ നെയ്യുടെ മയമാണ് ആ മുകളിൽ കാണുന്നത്. അപ്പോൾ ആ ഉപ്പുമാവിനകത്ത് ഒരു ഇച്ചിരി നെയ്യുടെ രുചിയൊക്കെ വരുമ്പം കുഞ്ഞുങ്ങളങ്ങ് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്കിട്ട് ഉപ്പുമാവ് ഇട്ടിട്ട് ഈ റവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി, പെതുക്കെ വേണം, വളരെ സ്ലോയിലേ റവ ഇടത്തുള്ളൂ. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിനെ അടച്ച് വെച്ച് ചെറുതീയിലൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരെ ഇരുന്നിട്ട് മാത്രമേ പിന്നീട് ഇളക്കത്തുള്ളൂ. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ഉപ്പുമാവ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് റവ ഇടാം. വെട്ടി തിളയ്ക്കുന്നു. ഇത് ഇളക്കിയതിന് ശേഷം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പുമാവ് കണ്ടിരിക്കണേ, നല്ല സോഫ്റ്റ് ഉപ്പുമാവ്, നെയ്യൊക്കെ ഇടുന്നത് കൊണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങനെ മോർണിംഗിൽ ഉപ്പുമാവും ചെറുപഴവുമാണ്. ഉപ്പുമാവും പഴവുമാണ്. എല്ലാ സൺഡേ മോർണിംഗിലും ഉപ്പുമാവും പഴവുമാണ്. മമ്മി വന്നിട്ട് സലാഡിന് എനിക്കിതേ ഇങ്ങനെ അരിഞ്ഞ് തന്നു. സവാളയും കുക്കുംബറും എന്താ പറയുക, തക്കാളി എല്ലാം കൂടെ മമ്മി നന്നായിട്ട് ഇരുന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ അരിയുമ്പോഴേ അപ്പോൾ തന്നെ ഞാൻ ഇതിനകത്ത് പക്ഷേ നമ്മളെ കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടണം. നല്ല ഫ്രഷ് കൈ ആയിരിക്കണം. കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടിയിട്ട് വേണം തൈര് ഒഴിക്കാൻ. എങ്കിലേ ഈ ഒരു സലാഡിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സാധാരണ എല്ലാം ചുമ്മാ അരിച്ചിട്ട് തൈര് ഒഴിക്കുക അങ്ങനെയൊന്നുമല്ല. തക്കാളിയുടെ രുചിയും കുക്കുംബർ രുചിയും എല്ലാം ആ തൈരിനകത്തേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് നല്ലപോലൊന്ന് ഞെവിടിയിട്ട് തൈരൊന്ന് ഒഴിച്ചിട്ടൊന്ന് എടുത്ത് നോക്കിയേ. അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിങ്ങനെ ആയിട്ട് ഇവിടെ സലാഡ് എടുക്കുന്നത്. ഞാനിത് കൈ കൊണ്ട് ഞെവിടി എടുത്താണ്ട് എൻ്റെ ഒരു കുഞ്ഞ് അഭിപ്രായം പറയടാ. വേണ്ട, അണ്ട കൈ കൊണ്ട് ഞെവിടി കഴിഞ്ഞിട്ട് നമ്മൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെവിടി എടുക്കുമ്പോൾ ഈ സലാഡിനൊരു പ്രത്യേക രുചിയാട്ടോ. ഒരു പ്രാവശ്യങ്ങളും പരീക്ഷിച്ച് നോക്കുക. അല്ല ചുമ്മാ വെറുതെ തക്കാളി സവാളയും കുക്കുമ്പറും ഒക്കെ അരിഞ്ഞിട്ട് വെറുതെ തൈരിട്ട് ഒഴിക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് അതിനെ ഞെവിടി നീരെടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് തൈര് ഒഴിച്ചിട്ട് വീണ്ടും കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞെവിടി എടുത്തിട്ട് ഈ സലാഡൊന്ന് കഴിച്ച് നോക്കിയേ. അപ്പോൾ ചോദിക്കും കൈ കൊണ്ട് ഞെവിടുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവരെല്ലാം കൈ കൊണ്ട് ഞെവിടിയില്ല, പൊറോട്ട കൈ കൊണ്ട് ഞെവിടിയില്ല തരുന്നത്, ചപ്പാത്തി കൈ കൊണ്ട് ഞെവിടിയില്ല ഉണ്ടാക്കുന്നത്. നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെയൊക്കെ തന്നെ തരുന്നത്. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് കൈ കൊണ്ട്. പിന്നെ കൈ വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണേ ഇതൊക്കെ ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ പറയണേ. കൈയൊക്കെ നമ്മുടെ നല്ല വൃത്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇപ്പോൾ ഇത് കൈ വൃത്തിയായിരുന്നു, പിന്നെ ഓരോന്ന് പിടിച്ചാണ് ഞെവിടി കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയ തന്നിട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഞെവിടി എടുക്കുമ്പോഴാണ് ഈ സലാഡിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ബീൻസ് അരിഞ്ഞ് വെച്ചു ഞാൻ, പച്ചമുളക്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ്, മുട്ട എടുത്ത് വെച്ചേക്കുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയും ഞാൻ ഇത് എടുത്ത നിലയിലൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിൽ ചോറ് വെക്കുന്ന പാത്രത്തിൽ തന്നെ സവാള ഇട്ട് ഞാനൊരു 2 സവാളയും കൂടെ അരിഞ്ഞിട്ട് മുട്ട ചിക്കി തോർത്തി, ഒരു 30 മുട്ടയുണ്ട് ചിക്കി തോർത്തി വെച്ചു. സവാള ഒന്ന് വാടിയിട്ട് ഞാൻ ഈ ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അതുകൂടി ഇച്ചിരിയിട്ട് വഴറ്റിയെടുക്കും. പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെ പറയുമ്പോൾ എല്ലാം വഴറ്റിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നനക്കിൽ അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, എന്നിട്ട് നന്നിട്ട് വെട്ടി തിളച്ച് വെച്ചപ്പോൾ ആ അരി എടുത്ത് അതിനകത്തിട്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അടച്ച് വെക്കും. അടച്ച് വെച്ചൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോഴേക്കും ചോറ് റെഡിയാകും. പിന്നെ അതിനകത്തേക്ക് ഞാൻ സോയാ സോസും കുരുമുളക് പൊടിയും പിന്നെന്താ ഇട്ടിട്ടുണ്ട്. സോയാ സോസും കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് മുട്ട ചിക്കി തോർത്ത മുട്ടയും കൂടി, അതായത് കുറച്ച് 2-3 നേരം മുട്ട കഴിക്കാത്തവർക്ക് 2 പേർക്കുള്ള ചോറ് മാറ്റി വെച്ചിട്ട് ബാക്കി മുട്ട ചേർത്ത് മിക്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ എൻ്റെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതിനെ ചേർന്നിട്ട് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്, പിന്നെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, ഇരുമ്പുളി അച്ചാറും ഉണ്ട്.
അപ്പോൾ ഇത്രയും കോമ്പിനേഷൻ ഇത്രയും ചേർത്തിട്ടാണ് ഈ ഫ്രൈഡ് റൈസ് കഴിക്കുക. അപ്പം അങ്ങനെ എൻ്റെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അവിടെ അടുത്തൊരു വിളിക്കുന്ന ആൻറ്റി വിശക്കുന്നത്, ഇപ്പോൾ 12 മണി ആയതുള്ളൂ. അപ്പോഴേക്ക് വിശക്കുന്നത് അവിടെ സിഗ്നൽ അടിച്ചു തുടങ്ങി. അപ്പോൾ ഇതിനെ അവിടെ കൊണ്ടുവന്ന് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. റെഡി പരിപാടി. രംഗമാണേ. മമ്മി രണ്ടുപേരെയും കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ ഫാൻ്റെ കീഴിൽ കണ്ടോ, ഫാൻ്റെ കീഴിൽ ഉണങ്ങാനിരിക്കുന്ന രംഗമാണ് കണ്ടാണ് ഞാൻ ഈ കാണുന്നത്. എന്ത് രസമുണ്ട് നോക്കി രണ്ടുപേരോടെ ഇരിക്കുന്നത്. അപ്പം എൻ്റെ പെങ്കുച്ചിനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ അവൾ കണ്ടേ ഒരു അതിരില്ലാതെ കിടന്നോടുക. അവളെയും കുളിപ്പിച്ചു മമ്മി. അവൾക്കാണെങ്കിൽ ദേഹത്ത് ആ വെള്ളം പോകുന്നതിന് വരെ അവൾ ഉള്ളിടത്തെല്ലാം ഓടി ഓടി നമ്മുടെ കേട്ടോ അവളുടെ ബെഡിൽ വരെ കിടന്നിട്ട് മറിയാണ് ആ വെള്ളം തുടയാൻ. അത് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ നോക്കിയേ. മക്കളെ ഇങ്ങോട്ട് നോക്കിയേ. സെറാ എന്തുവാ സ്കൈ മോനെ എന്നാടാ സെറാ എന്താ സെറാന്ന് വിളിക്കുമ്പോൾ അനുസരണുണ്ടോ? സെറാ സ്കൈക്കുട്ടാ സെറാ എന്ത് വന്നോ? എൻ്റെ കയ്യിലങ്ങ് ഒന്നുമില്ലേ? എൻ്റെ കയ്യിലൊന്നുമില്ലേ? സിപ്പപ്പ് വേണോ എൻ്റെ കൊച്ചിന്? തിപ്പപ്പ് വേണോ? തിപ്പപ്പ് വേണോ എൻ്റെ കൊച്ചിന്? ഉണങ്ങാനിരുന്നയാന്ന് എൻ്റെ കുഞ്ഞ്. ഉണങ്ങാനിരിക്കുകയായിരുന്നോ? നമുക്ക് എന്താ അങ്ങ് ഇഷ്ടമായി. മക്കളെ ഇങ്ങനെ തോത്തി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ. അവൻ്റെ ഇരിക്കുന്ന നോക്കിയേ. എന്താ മക്കളെ തോന്നു കേട്ടോ. ഫാൻ്റെ കയ്യിലിരുന്നിട്ട് ഫാൻ്റെ കയ്യിലിരുന്നപ്പോഴേക്ക് രണ്ടുപേരും തോർന്ന്. കണ്ടോ ആണോ? മക്കളെന്താ ജീവിക്കോ? എന്തോ എൻ്റെ പെങ്കൊച്ച്, എന്തോ എൻ്റെ പെങ്കൊച്ച്, എൻ്റെ പെങ്കൊച്ച്, എന്തുവാ എൻ്റെ പെങ്കൊച്ച്? ആ നനവ് കൊണ്ടുവന്ന് തുടക്കുകയാണ് എൻ്റെ ദേഹത്തെ. ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് അവള്. ജോലി കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. അപ്പോൾ അവൾക്ക് എന്ത് പറയുമ്പോൾ അവളുടെ ശരീരം എങ്ങനെയെങ്കിലും അവൾക്ക് ഡ്രൈ ആക്കണം. അതിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ഓടി നടക്കുക. കണ്ടോ എൻ്റെ പൊന്നെ എന്തുവാടാ? ബാ ദേവാ കണ്ടോ. നമുക്ക് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അവൾ അതൊക്കെ നോക്കുവാണേ. ഉണ്ടോ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് ആള്. ചീവുന്നത് കണ്ടോ? ഓ ചീവുമ്പ് കിടന്നു കൊടുക്കുന്നുണ്ടോ? എന്നെ കാണുമ്പോൾ ഓടുന്ന ചെറുക്കനാണ്. ഋതുക്കുട്ടിയെ കാണുമ്പോൾ കണ്ടോ അവന് യാതൊരു ഓട്ടവും ഇല്ല. ലാസ്റ്റ് അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഓടും. അയ്യോടെ അവൻ കിടക്കുന്നുണ്ടോ? എൻ്റെ മുന്നോനെ മക്കളെ ഇങ്ങോട്ട് നോക്കിയാ സാറാ. ജറാ മുത്തേ ദാ
എന്ത് മക്കളെ? പച്ചരി ഉഴുന്നും നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള പച്ചരി ഉഴുന്ന് അരയ്ക്കുന്നു. ഒരു സൈഡിൽ കൂടെ കപ്പ പുഴുങ്ങാനായിട്ട് ഇതേ വെച്ചിരിക്കുന്നു. അപ്പോൾ കപ്പ അടുപ്പിൽ കിടപ്പുണ്ട്. മമ്മിയുടെ വക ദേ ചമ്മന്തി തേങ്ങായും, ഞാനത് പഴയ എൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്. ഈ ചമ്മന്തി എങ്ങനെ അരയ്ക്കുന്നത്, തേങ്ങായും തൈരും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള കാന്താരിമുളകും ഒക്കെ ചേർത്തുള്ളൊരു ചമ്മന്തി കപ്പയ്ക്കുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അങ്ങനെ ആ ചമ്മന്തി ഉണ്ട്. ഇനി അടുത്ത ഒരാളിവിടെ ഒരു അവസ്ഥ കണ്ടോ, നോക്ക്, പാവം കരയുകയാണ് കണ്ടോ. പക്ഷെ ഉള്ളി ചതച്ചിട്ട് കരയുകയാണെന്നേ ഉള്ളൂ. നോക്ക്, കണ്ടോ മുഖം കണ്ടോ ഇരിക്കുന്നേ, പാവാണ്ട് ഉള്ളി ചതക്കുകയാണ്. അതായത് അവരുടെ എരിവില്ല. കാരണം നമ്മൾ അരയ്ക്കുമ്പോൾ എരിവ് വെച്ചാൽ എനിക്കാണെങ്കിൽ ഇതങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എരിവ് ചെയ്ത് കഴിഞ്ഞ് ചതച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു മിനിമം കണക്കുണ്ട് ഉള്ളിക്കൊക്കെ. കാരണം ഇത് പല ജില്ലയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ എരിവ് കൂടിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഇടുന്ന വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ തന്നെ ഞാൻ വെച്ചാൽ അവരുടെ പരുവത്തിനനുസരിച്ച് എരിവ് പരുവത്തിനിട്ട് അങ്ങനെ തരാം. അപ്പോൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ച്, പക്ഷേ എന്നാലും ചില ഉള്ളി ചതയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിട്ട് പച്ചമുളക് അവരുടെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ അരച്ച് കൂടിപ്പോയി പിന്നെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പി, ഒരു സൂപ്പർ കട്ടൻ കാപ്പിയും കൂടി ഉണ്ട്. അതാണ് കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പി. പിന്നെ ഇപ്പോൾ കട്ടൻ കാപ്പി ഇടാൻ പോകും, അതിനുള്ള സമയമായി. കപ്പ പുഴുങ്ങിയതുണ്ട്, മുളക് ചട്നിയുണ്ട്, മമ്മിയുടെ സ്പെഷ്യൽ ചട്നിയുണ്ട്, ഇതേ കട്ടൻ കാപ്പിയുണ്ട്. അപ്പം നൈറ്റ്ലി ഫുഡ് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി എന്നിട്ട് ഉണ്ട് ചോറ് വേണ്ടവർക്ക് ചോറും കഴിക്കുന്നുണ്ടോ, കുറച്ച് ചോറുണ്ട്. പിന്നെ എഗ്ഗ് വേണ്ടാത്തവർക്കുള്ള ചോറുണ്ട്. ഉണ്ടോ, അങ്ങനെ കുറച്ച് ചോറും ഇരിപ്പുണ്ട്. ചോറ് വേണ്ടവർക്കൊക്കെ ചോറ് കഴിക്കാം. പപ്പടമുണ്ട്, സലാഡില്ല എന്നുള്ളതേ ഉള്ളൂ. പച്ചരി ഉഴുന്നും കൂടെ അരച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ടൈമിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കും. അങ്ങനെ അത്രയും ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ജോലി തീരും. നൈറ്റ് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നൈറ്റിലെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത്തിരി ജോലിയും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നൈറ്റിൽ ഇത്രയും ജോലി കഴിഞ്ഞ് ഇത് പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അതോടുകൂടി എൻ്റെ ഒരു ദിവസത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് എല്ലാവരുടെയും മുമ്പിലേക്കും എത്തുന്നവരെയും എല്ലാവരോടും ടാറ്റ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. അതും ഡെഞ്ചറീസ് വ്ലോഗ് തന്നെയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. വൈൻഡപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോ വൈൻഡപ്പ് ശേഷം ഞങ്ങൾ 3 പേരും പൊറോട്ട ചിക്കൻ ഫ്രൈ കൂടെ കഴിക്കാതിരിക്കുന്നതാണ്. ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കാൻ 2 സെറ്റ് ദോശ, ഒരു കോമ്പോ ചിക്കൻ ഫ്രൈ. അപ്പോൾ അതെ എന്ത് തിരക്കാന്ന് ദോശയും ചമ്മന്തിയും സാമ്പാറും.